നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ 8-ാം അധ്യായം ഇപ്പോൾ കേൾക്കാം. നോവൽ ഒറ്റമുലച്ചി, അധ്യായം 8. രചന ശ്രീ രാജേന്ദ്ര പ്രസാദ്. ചാലിക്കുന്നിറങ്ങി വിറക് ശേഖരിക്കാൻ പോയ ചില്ലക്ക തിരിച്ചു വന്നില്ല. രാവിലെ റബ്ബർ വെട്ടുവാൻ പോയ ശേഖരനാണ് ആ കാഴ്ച കണ്ടത്. നളിനാക്ഷൻ്റെ 5 ഏക്കറിനടുത്ത് കുന്നിറക്കത്തിൽ ചോര ഛർദ്ദിച്ച് കിടക്കുന്ന ചില്ലക്ക. കൊള്ളിക്കെട്ടും കത്തിയും അടുത്ത് കിടപ്പുണ്ട്. ഒറ്റമുലച്ചിയുടെ വേലയാവും, നാട്ടുകാർ പറഞ്ഞു. വാറ്റുകാർക്ക് വിറക് ശേഖരിക്കലാണ് ചില്ലക്കയുടെ പണി. കൂലി ചാരായുമായി തന്നെ പറ്റും. കുടികളിൽ കഞ്ഞി വയ്ക്കുന്ന ഏർപ്പാടില്ല. എല്ലാവരും രാവിലെ തന്നെ കുടിവിട്ടിറങ്ങും. കുട്ടികൾ സ്കൂളിലേക്ക്. ചാർപ്പുപുരയിലൊരുക്കുന്ന ഉപ്പുമാവിലാണ് അവരുടെ കണ്ണ്. ചില്ലക്ക മരിച്ച വിവരം പറയുമ്പോൾ കൈമ വിങ്ങി. അവനോട് എന്തു പറയണമെന്നറിയാതെ മുരളി നിന്നു. കൊച്ചുകുട്ടികളെപ്പോലെ കൈമ ഇരുന്ന് കരയുകയാണ്. മനസ്സ് തണുക്കും വരെ അവൻ കരയട്ടെ. ചില്ലക്കയുടെ മരണത്തിന് മുൻപ് 3 പേർ ഇതേപോലെ പോയി. ഉദയോത്ത് വാസു, കണ്ടത്തിൽ ചാത്തുക്കുട്ടി, കുടിയിലെ ചാത്തൻ, അവസാനം ചില്ലക്കയും. 4 പേരും ചോര ഛർദ്ദിച്ചാണ് മരിച്ചത്. ജാൻവേടത്തിയുടെ വീട്ടിലേക്കുള്ള ഏടയിൽ വീണ് കിടന്നിരുന്നു വാസുവിനെ കണ്ടത് രാവിലെ തോട്ടിൻപറമ്പത്ത് തൂറാൻ പോയ സുരൂട്ടിയാണ്. കണ്ടത്തിലെ ചാത്തുക്കുട്ടി മരിച്ചത് കോളയാട്ട് മഠത്തിലെ ആശുപത്രിയിൽ വച്ചാണ്. ചോര ഛർദ്ദിച്ചപ്പോൾ തന്നെ തീയെത്തി ചാത്തുക്കുട്ടിയെ മഠത്തിൽ കൊണ്ടുവന്നാക്കി. പാലും മുട്ടയും കഴിക്കാൻ മഠത്തിലെ സിസ്റ്റർമാർ ഉപദേശിച്ചു. എങ്ങനെ കഴിക്കും? സിസ്റ്റർ തന്നെ അതിന് പോംവഴി കണ്ടെത്തി. പാലിന് പകരം പാൽ ഗുളികകൾ കൊടുത്തു. 1 ഗ്ലാസ് പച്ചവെള്ളത്തിൽ 1 ഗുളിക ഇട്ടാൽ വെള്ളം പാല് പോലെയാവും. അത് കുടിച്ചു. മഠത്തിൽ നിന്ന് കിട്ടിയ റൊട്ടി തിന്നു. പക്ഷേ എന്തു ഫലം? ചുമച്ച് ചോര തുപ്പി ചാത്തുക്കുട്ടി മരിച്ചു. രാത്രി മുറ്റത്തു നിന്ന് മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചാത്തന് ചുമ വന്നത്. ചുമ ഏറെ നേരം നീണ്ടു നിന്നു. ചോര തുപ്പാനും തുടങ്ങി. മരുന്നും മന്ത്രവും ഏറ്റില്ല. പണിയത്തിയുടെ മടിയിൽ കിടന്നു തന്നെ ചാത്തൻ മരിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ 4 മരണങ്ങൾ. എല്ലാവരെയും അടുത്തറിയാം. എരിഞ്ഞൊടുങ്ങുന്ന വെയിലിലേക്ക് നോക്കി. ഉമ്മറത്തിണ്ണയിലെ തൂണ് ചാരിയിരിക്കുമ്പോൾ പാടത്തൂടെ ഒരു വെള്ളാട്ടം മുരളി കണ്ടു. പടി കടന്നപ്പോൾ തിരിച്ചറിഞ്ഞു, ജോസഫ് മാഷ്. സ്കൂളിൽ പഠിക്കുമ്പോൾ മൂത്രമൊഴിക്കാൻ പോലും വിടാതെ താൻ 8 മണിക്കൂർ തടവിൽ വെച്ച ജോസഫ് മാഷ്. മാഷ് ഈ നേരത്ത് എന്താണിവിടെ? വരൂ, ഇരിക്കൂ. മുരളി മുറ്റത്തേക്ക് ഇറങ്ങി. കുന്നു കയറിയതിൻ്റെ കിതപ്പും വിയർപ്പുമുണ്ട് മാഷിന്. കസേരയിൽ കുറേ നേരം ഒന്നും മിണ്ടാതെയിരുന്നു. പിന്നെ ഷാളെടുത്ത് മുഖം തുടച്ചു. ആരോടെങ്കിലും ചൊല്ലിവിട്ടാൽ മതിയല്ലോ, ഞാൻ വന്നേനെ. പ്രായമേറി വരുന്നതിൻ്റെയാ കിതപ്പ്. കിതപ്പിനിടയിലും മാഷ് പറഞ്ഞു. പിന്നെ മാഷ് മൗനത്തിലായി. മുരളിയെ തന്നെ നോക്കിയിരുന്നു. 8 മണിക്കൂർ മുറിയിൽ പൂട്ടിയതിന് മാഷ് പകരം വീട്ടിയത് സ്നേഹം കൊണ്ടാണ്. പലപ്പോഴും അത് തന്നെ കുറ്റബോധത്തിലാഴ്ത്തി. മാഷ് എന്നതിലപ്പുറം ഒരു അച്ഛൻ്റെ വാത്സല്യം. മുരളി, ഒരു സഹായം നീ എനിക്ക് ചെയ്യണം. വായന്നൂരിൽ നിന്ന് കുട്ടിക്ക് അത് പറ്റൂ. ക്ലാസ്സുകളിൽ ശാസിക്കാറുള്ള മാഷ് ഇപ്പോൾ. കുട്ടി കണ്ടില്ലേ, മരണങ്ങൾ ഇനി ഇങ്ങനെ കണ്ടില്ലെന്ന് അടിക്കും. ഇനിയും വരും. വരരുത്. കണ്ണമ്പിള്ളിയിൽ ഒറ്റമുലച്ചിക്ക് കെട്ടിയാട്ടം തുടങ്ങിയിരിക്കണ്. ചെക്കനെ കൂത്തുപറമ്പത്ത് വിട്ട് ഡിയോ അമ്മയ്ക്ക് കമ്പി അടിച്ചിരിക്കണ്. അതുകൊണ്ട് കാര്യം തീരുവോ? മാഷ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് മുരളി ഊഹിച്ചു. വായന്നൂരിൻ്റെ ദുരന്തം ചാലിക്കുന്നിൽ നിന്നൊഴുകുന്ന ചാരായമാണ്. ആ ഒഴുക്ക് നിർത്തണം. അതിനുള്ള മാർഗമാണ് മാഷ് ആരായുന്നത്. അതത്ര എളുപ്പമാണോ? വാറ്റില്ലാത്ത എത്ര വീടുകളുണ്ട് വായന്നൂരിൽ? മദ്യം കഴിക്കാത്തവരാരുണ്ട്? ഊരിലെ സ്ത്രീകൾ പോലും മദ്യലഹരിയിൽ വഴിവക്കിൽ വീണ് കിടക്കുന്നു. എങ്ങനെ ഇത് അവസാനിപ്പിക്കും? മുരളി നിരൂപിച്ചാൽ നടക്കും. മാഷിൻ്റെ ഉള്ളിലിരുപ്പ് അത് തന്നെ. പക്ഷെ എന്തു പറയും? മാഷിൻ്റെ ധാരണകൾക്കപ്പുറം പ്രശ്നങ്ങൾ സങ്കീർണമാണ്. വാറ്റ് നിർത്താൻ പറയണമെങ്കിൽ മറ്റൊരു തൊഴിൽ കാണിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അതൊന്ന് കാണാതെ എന്തു പറയും? ആവുന്നത് ചെയ്യാം മാഷേ. മാഷിനോട് വേറെന്ത് പറയാനാണ്? മാഷിനൊപ്പം നടന്നു. പാടം മുറിച്ച് കശുമാവിൻ തോപ്പിലൂടെ ഖദർ മുണ്ടിൻ്റെ ഒരറ്റം കക്ഷത്തിലാക്കി അല്പം ഇടത്തോട്ട് ചിരിഞ്ഞുള്ള മാഷിൻ്റെ നടത്തം. അച്ഛൻ്റെ അതേ നടത്തം. എന്താ മുരളി,
നിന്നെ ചില്ലക്കയുടെ കുടിയിൽ കണ്ടില്ല. മാഷിനെ യാത്രയാക്കി കടയിലെ ബെഞ്ചിലിരുന്നപ്പോൾ കുഞ്ഞിരാമേട്ടൻ്റെ ചോദ്യം. എനിക്കതൊന്നും കാണാൻ വയ്യ കുഞ്ഞിരാമേട്ടാ. രോഗം വന്നാൽ മരുന്ന് കഴിക്കണം. സ്വാമീൻ്റെ ഭസ്മം കഴിച്ചിരുന്നാൽ രോഗം മാറുമോ? മറ്റാരോടൊന്ന പോലെ കുഞ്ഞിരാമേട്ടൻ പറഞ്ഞു. മുരളി അറിഞ്ഞോ, കണ്ണോത്ത് ഇപ്പോൾ ഒരു സ്വാമിയുണ്ടത്രേ. എന്ത് രോഗം വന്നാലും എല്ലാവരും ഇപ്പോൾ സ്വാമിയുടെ അടുത്തേക്കല്ലേ പോണേ. സ്വാമിക്കൊരു പുലിക്കുട്ടി ഉണ്ടത്രേ. നേരോ? മുരളിക്ക് വിശ്വാസമായില്ല. തന്നെ സ്വാമി ആരാന്നല്ലേ? നമ്മുടെ വിറക് വെട്ടുകാരൻ ചന്തുല്ലേ ഓൻ. കഴിഞ്ഞ വൃശ്ചികത്തിൽ മലയ്ക്ക് പോയോന് സിദ്ധി കിട്ടിയത്രേ. മലയെന്നാ പുലിക്കുട്ടിയെ കൊണ്ടുവന്നത്. ഓനിപ്പോൾ വിറക് വെട്ടിന് പോണില്ല. കുടിയിൽ തന്നെ ഒരേ ഇരുത്തം, വലിയ തിരക്കാ. ചായ കുടിച്ചില്ലെങ്കിലും കഥ കേട്ടപ്പോൾ കുടിച്ച പ്രതീതിയായി. കുഞ്ഞിരാമേട്ടനോട് ചായ വേണ്ടെന്ന് പറഞ്ഞിറങ്ങി. മാവിൻ തോട്ടത്തിലേക്ക് കയറിയപ്പോഴേക്കും ഇരുൾ പരന്നിരിക്കുന്നു. പതിവായി നടക്കുന്ന വഴിയായതുകൊണ്ട് തെറ്റില്ല. എങ്കിലും തോട്ടത്തിലൂടെ വെളിച്ചമില്ലാതെയുള്ള ഈ നടപ്പ് അത്ര നല്ലതിനല്ല. ബീഡിവലി ഒരു സ്ഥിരം ശീലമല്ലാത്തതിനാൽ തീപ്പെട്ടി പോലുമില്ല. ചൂട്ടുകറ്റ തെളിച്ച് വഴി കാട്ടാൻ എപ്പോഴും ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും, കൈമയോ ശശാങ്കനോ. ഇന്ന് ചൂട്ടുകറ്റ തരാൻ കുഞ്ഞിരാമേട്ടനും മറന്നു. ചോലകളൊന്നുമില്ലാത്തതിനാൽ പാടവരമ്പത്ത് നാട്ടുവെളിച്ചം ധാരാളം. ഉമ്മറത്ത് ചിമ്മിണി കത്തുന്നുണ്ട്. അതിനെ ലക്ഷ്യമാക്കി നടന്നു. പടി കടന്നപ്പോഴേ കേട്ടു അമ്മയുടെ പയ്യാരം. രാത്രിയിൽ വെളിച്ചമില്ലാതെ നടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അമ്മ ഒറ്റയ്ക്കിരുന്ന് മടുത്തിട്ടുണ്ടാകും. ഉരിയാടാനെങ്കിലും ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പലപ്പോഴും അമ്മ പറയാറുണ്ട്. ചിലപ്പോൾ കൈമയുടെ പെണ്ണ് മഞ്ഞ വന്ന് കൂട്ടിരിക്കും. അച്ഛൻ മരിച്ചതിൽ പിന്നെ ഇരട്ടത്തുള്ള നടത്തം അമ്മയ്ക്ക് പേടിയാണ്. വിഷം തീണ്ടിയാണ് അച്ഛൻ മരിച്ചത്. ഇഞ്ചക്കാട്ടിലിരുന്ന അവൻ അച്ഛൻ്റെ കാലിൽ കൊത്തി. ഒരു തിരുവോണ നാൾ. തനിക്കും വിഷസ്പർശം ജാതകത്തിലുണ്ടെന്നാണ് അമ്മ പറയാറ്. അത് പാമ്പിൻ വിഷമല്ലെന്ന് അമ്മയ്ക്കറിയില്ലല്ലോ. കഞ്ഞി കുടിച്ചിരിക്കുമ്പോൾ അമ്മ ചോദിച്ചു, നീ ഞാലിലേക്ക് പോയില്ലേ? ഒന്നും പറഞ്ഞില്ല. എന്ത് വേണമെങ്കിലും അമ്മ മനസ്സിലാക്കട്ടെ. ഓളുടെ അവസാനം ഇങ്ങനെയും. ഞാലിൽ വരെ പോകാമായിരുന്നു. എന്നും എവിടെയും ഓടിയെത്താറുള്ള തനിക്കിതെന്തു പറ്റി? മുലയൂട്ടിയ വളർത്തിയ അമ്മ വഴിവക്കിൽ മരിച്ചു കിടന്നിട്ട് ഒന്ന് ചെന്ന് നോക്കാൻ പോലും തനിക്കായില്ല. എന്തു പറ്റി തനിക്ക്? ചെറുപ്പത്തിൽ ചില്ലക്ക തന്നെ തോളിലെടുത്ത് നടന്നിട്ടുണ്ട്. കരയുമ്പോൾ ഒക്കത്തെടുത്ത് നടന്ന് പൂക്കൾ പറിച്ചു തരുമായിരുന്നു. ചില്ലക്കയുടെ മുല താൻ കുടിച്ചിട്ടുള്ളതായി അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുലകുടി നിർത്താനായി മുലഞ്ഞെട്ടുകളിൽ അമ്മ ചിന്നിനായകം പുരട്ടിയപ്പോൾ ചില്ലക്കയുടെ മുല കുടിച്ചിട്ടുണ്ട്. അന്ന് കൈമ കൈക്കുഞ്ഞായിരുന്നു. ആ അമ്മ വഴിവക്കിൽ മരിച്ചു കിടന്നിട്ട് വയ്യ. വിറങ്ങലിച്ച ആ മുഖം കാണാൻ വയ്യ. പഠിക്കുന്ന കാലത്തൊക്കെ വലിയ പ്രതീക്ഷകളായിരുന്നു. വളരട്ടെ, ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ തനിക്ക് ചെയ്യാനാവും. ഇത്രയും വളർന്നിട്ട് ഇവർക്ക് വേണ്ടി താൻ എന്ത് ചെയ്തു? കാണുമ്പോഴൊക്കെ മുറുക്കാൻ വാങ്ങാൻ പണം കൊടുക്കും. അതുകൊണ്ട് തീരുന്നതാണോ ബന്ധങ്ങൾ? അതുകൊടുത്ത് ചില്ലക്ക റാക്ക് കുടിച്ചു. മുറുക്കാനേക്കാളും അവർക്കിഷ്ടം റാക്കായിരുന്നല്ലോ. കവഞ്ചി എടുത്ത് പുറത്തേക്കിട്ട് നീണ്ടു നിവർന്ന് കിടന്നു. ഉമ്മറ വാതിലിനരികിൽ അമ്മ കാല് നീട്ടിയിരുന്ന് മുറുക്കുകയാണ്. ചില്ലക്കയുടെ മരണം അമ്മയെ ഏറെ വേദനിപ്പിച്ചു കാണും. ദൂരെ മിന്നാമിനുങ്ങ് വെട്ടം പോലെ ചില വെളിച്ചങ്ങൾ. ചില്ലക്കയുടെ മരണാനന്തര ക്രിയ നടക്കുകയാണ്. കാറ്റിനൊപ്പം എത്തുന്ന തുടികൊട്ടുകൾ. കത്തിയും ആയുധവും പുലപ്പണവും വെച്ച് ഊരുകാർ നൃത്തമാടുകയാണ്. മരിക്കുമ്പോൾ ആഹ്ലാദം അവർക്ക് അനുഷ്ഠാനമാവുന്നു. പാട്ടിൻ്റെ ചീള് കാറ്റിൽ തന്നെ തേടി എത്തുകയാണ്. ഇരുട്ടിൽ കണ്ണീരൊലിച്ചിറങ്ങി. അമ്മേ, ഈ ദുരന്തത്തിനൊരു അറുതി കാട്ടിത്തരൂ അമ്മേ. ചില്ലക്ക അമ്മയായി, കാറ്റായി, കണ്ണീരിൻ്റെ നനവായി മുരളിയെ പൊതിഞ്ഞു. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ 8ാം അധ്യായമാണ് ഇപ്പോൾ കേട്ടത്. നോവൽ ഒറ്റമുലച്ചി. രചന ശ്രീ രാജേന്ദ്ര പ്രസാദ്.